ഞങ്ങളിപ്പം സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. കൊല്ലിമലയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ബസ് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബൈജു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കൊല്ലിമല എത്തിയിരിക്കുകയാണ്. അർപ്പലേശ്വർ ടെമ്പിളാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇവിടെ നിന്നാണ് ആകാശഗംഗ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. ഏകദേശം 3 മണിക്കൂറെടുത്ത് ഇവിടെ എത്തിച്ചേരാനായിട്ട് സേലത്തുനിന്ന്. ഇത് ആകാശഗംഗ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാണ്. 1000 പടവുകൾ കൊണ്ട് അതിശക്തമായ മഴ പെയ്തതുകൊണ്ട് വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി വരികയാണ്. വെള്ളത്തിൻ്റെ കുത്തൊഴുക്കാണ്. കുറേ പടികൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 500ഓളം പടികൾ താഴോട്ടിറങ്ങി. ഇനിയും പകുതി കൂടെ ഇറങ്ങാനുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇറങ്ങിപ്പോകാനായിട്ട് ശരി അപകടം പിടിച്ചൊരു പണിയാണ്. നല്ല കുത്തനെയുള്ള ഇറക്കമാണിത്. ഇപ്പം കുടയൊന്നും ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ട് മഴ പെയ്യുന്നതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ചെന്ന് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇച്ചിരി മറവുള്ളിടത്ത് നിന്ന്, അതായത് മഴ പെയ്യാത്ത സ്ഥലത്ത് നിന്ന്. ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ മാത്രമേ ഉള്ളൂ. ഇപ്പം മഴ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നല്ല പാറയാണ് ഇവിടെയൊക്കെ. ആ പാറയുടെ മേളിൽ നിന്നാണ് വെള്ളം ചാടി വരുന്നത്. ഏകദേശം 300 അടി താഴ്ചയിലേക്കാണ് ഈ വെള്ളം പതിക്കുന്നത്. ഇത് വെള്ളച്ചാട്ടമായി. അങ്ങോട്ട് ചെന്നിട്ട് ഒരു ക്യാമറ എടുത്ത് ഒന്ന് ഫോട്ടോ എടുക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. അത്രയ്ക്കും ശക്തമായിട്ട് വെള്ളം ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം, ആകാശഗംഗ വെള്ളച്ചാട്ടം. അതിൻ്റെ അടുത്ത് നിന്ന് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. ക്യാമറ മൊത്തം നനയും. ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇതിക്കുള്ളിൽ ഇനി പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ മഴയില്ലായിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു. നമുക്ക് കുറേ കൂടെ ഉള്ളിൽ അടുത്തോട്ട് ചെല്ലാൻ പറ്റുമായിരുന്നു. അതിൻ്റെ അടിയിൽ നിന്ന് കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോഴും ആൾക്കാർ കുളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ അത് ആകാശഗംഗ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കയറുന്നതിനേക്കാളും ഇറങ്ങുന്നതിനേക്കാളും പ്രയാസമാണ് കയറാനായിട്ട്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഇവിടെ എന്തായാലും സ്റ്റെപ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. ഇത് മലനിരകളാണ് ഈ കാണുന്നത്, അതിൻ്റെ ചുറ്റുപാടുമുള്ള. ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മഴയില്ല, വെള്ളം ചെറുതായിട്ടേ ഒഴുകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഏകദേശം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർപ്പലേശ്വർ ടെമ്പിളിൻ്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ ഇറങ്ങി അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. ഒരു ചായ കുടിച്ചിട്ട് വേണം ഇനി മേളിലോട്ട് കയറാനായിട്ട്. ആകാശഗംഗ വെള്ളച്ചാട്ട സന്ദർശനം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് എട്ടുകൈ അമ്മൻ ടെമ്പിളിലേക്കുള്ള വഴി. എട്ടുകൈ അമ്മൻ അല്ലെങ്കിൽ കൊല്ലിപ്പാവ എന്നൊക്കെ അറിയപ്പെടുന്നൊരു സ്ഥലമാണിത്. ഈ കൊല്ലിപ്പാവ എന്ന് പറയുന്നത് ഈ കൊല്ലിമലയെ സംരക്ഷിക്കുന്ന ഒരു ദേവതയാണ്. എട്ടുകൈ അമ്മൻ എന്നാണ് പേര്. ആ ദേവതയുടെ അമ്പലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലിപ്പാവ എന്നും അറിയപ്പെടും. ആ കൊല്ലിപ്പാവയുടെ എന്നുള്ള പേരിൽ നിന്നാണ് ഈ കൊല്ലിമലയുടെ പേര് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു വനപ്രദേശത്ത് തന്നെയാണ് ഈ അമ്പലം നിൽക്കുന്നത്. അടുത്തൊന്നും വീടുകളിൽ ഇതൊരു അമ്പലക്കുളം, നല്ല വലിയൊരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. സംരക്ഷിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ധാരാളം ഭക്തജനങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. വഴിനീളെ കടകളുണ്ട്. ഇവിടെ ഒരു മൂലികക്കിഴങ്ങ്, അതിൻ്റെ ഒരു സൂപ്പ് ഇവിടെ കിട്ടും. അത് നമ്മൾ ആട്ടിൻകാൽ സൂപ്പ് പോലെ തന്നെ രുചിയുള്ളൊരു സൂപ്പാണ്. ഞങ്ങൾ അർപ്പലേശ്വർ ടെമ്പിളിൻ്റെ അടുത്ത് നിന്ന് ആ സൂപ്പ് കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റാണ്. ആട്ടിൻകാൽ സൂപ്പ് കഴിക്കുന്നത് പോലെ തന്നെയാണ്. ആട്ടിൻകാൽ കിഴങ്ങ് സൂപ്പ് എന്നാണ് ഇതറിയപ്പെടുന്നത്.
അതിൻ്റെ പൊടി ഞാൻ കുറേ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ട് കുടിക്കാനായിട്ട്. ഇത് അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ആളുകൾക്ക് ഇത് പവർഫുള്ളായിട്ടുള്ളൊരു ദേവിയാണ് എട്ടുകൈ അമ്മൻ അല്ലെങ്കിൽ കൊല്ലിപ്പാവൈ. ഇവിടെ കുറേ പൂട്ടും താക്കോലും കിടപ്പുണ്ട്. എന്തെങ്കിലും വിശ്വാസപ്രകാരം അവരിട്ടേക്കുന്നതായിരിക്കും. കുറേ എഴുത്തുകളൊക്കെ വെച്ചിട്ടുണ്ട് ദേവിക്ക് കൊടുക്കാനായിട്ട്, അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് സൂയിസൈഡ് പോയിൻറ്റിലാണ്. കൊല്ലി ഹിൽസിലൊരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്. അതൊരു വ്യൂ പോയിൻ്റാണ്. നല്ല അഗാധമായ ഗർത്തമാണ്. ഇവിടത്തേക്ക് കയറാനായിട്ട് ടിക്കറ്റൊക്കെ ഉണ്ട്. 20 രൂപ ടിക്കറ്റാണ്. 20 രൂപ ടിക്കറ്റ് കൊടുത്ത് കയറണം. ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് ഇവിടെ. ആ വാച്ച് ടവറിലൊക്കെ കയറിയുന്ന നമുക്ക് നല്ല വ്യൂ കിട്ടും. 2 വാച്ച് ടവറാണ് അതുള്ളത്. ഒരെണ്ണം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. താഴ്വഴിയിലേക്കുള്ള മനോഹരമായ കാഴ്ചയാണ്. സേലം ജില്ലയൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ താഴെ ഇറങ്ങി വന്ന് അവിടെ നിന്ന് സേലമാണ്. സേലത്തു നിന്നാണ് മേളിലോട്ട് കയറിയത്. 70 ഹെയർ പിൻ ബെൻഡുകളാണ് ഈ കൊല്ലിമലയിലേക്ക് കയറാനായിട്ട് ഉള്ളത്. 1200 അടി പൊക്കത്തിലാണ് ഈ കൊല്ലിമല സ്ഥിതി ചെയ്യുന്നത്. വലിയ തണുപ്പൊന്നും ഇവിടെ ഇല്ല. ഒരു വാച്ച് ടവറാണ്. 2 വാച്ച് ടവറുകളുണ്ട്. ആ കാണുന്ന വാച്ച് ടവറിൽ നമുക്ക് കയറാൻ പറ്റും. ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ വാച്ച് ടവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പ്രവേശനമില്ല. ഇപ്പോൾ ഞങ്ങൾ സൂയിസൈഡ് പോയിൻ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഹെയർ പിൻ ബെൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ 70ാമത്തെ ഹെയർ പിൻ ബെൻഡാണ്. 70 ഹെയർ പിൻ ബെൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ 70ാമത്തെ ബെൻഡിൻ്റെ മുന്നിൽ നിന്നും ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. കൊല്ലിമലയുടെ പ്രത്യേകത തന്നെ ഈ 70 ഹെയർ പിൻ ബെൻഡാണ്. ഇത് ലോകത്തെവിടെയും ഇത്ര ഷോർട്ട് ഡിസ്റ്റൻസിൽ 70 ഹെയർ പിൻ ബെൻഡ് ഉള്ള മലകളില്ല. അതുകൊണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഈ സ്ഥലത്തിന് വ്യത്യസ്തമാക്കുന്നതും. അടുത്തടുത്തായിട്ടാണ് ഈ ഹെയർ പിൻ ബെൻഡുകളുള്ളത്. വളരെ കുറച്ച് ഡിസ്റ്റൻസിനുള്ളിൽ 70 ഹെയർ പിൻ ബെൻഡാണുള്ളത്. എല്ലാം 70 ഹെയർ പിന്നും ബെൻഡും കാണുന്ന രീതിയിലുള്ള ഫോട്ടോസൊക്കെ കാണും. അത് ഡ്രോൺ ഷോട്ടാണ്. ഇപ്പോൾ ഡ്രോണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഡ്രോണിൽ കയറി പോയി കഴിഞ്ഞാൽ ഈ 70 എണ്ണവും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിപ്പം ഒറ്റയടിക്ക് കാണാനായിട്ട് ഒരു 4-5 ഉള്ള ബെൻഡുകൾ കാണാവുന്ന സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. അവിടെ നിർത്തില്ലാന്ന് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. 36ാമത്തെ ബെൻഡ് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ 4-5 ബെൻഡുകൾ ഒരുമിച്ച് കാണാനായിട്ട് കഴിയും. ഇതിപ്പോൾ ഏകദേശം 4-5 ബെൻഡുകൾ ഹെയർപിൻ ബെൻഡുകൾ കാണുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഏതെങ്കിലും ഒരു വണ്ടി വരുന്നത് വണ്ടിയെ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഇപ്പോൾ 1, 2, 3, 4 ബെൻഡുകൾ കാണുന്നുണ്ട്. ലോറി കയറി വരുന്നുണ്ട്. ലോറി കയറി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നോക്കുമ്പോഴത്തേക്ക്. ആ താഴ്വര മൊത്തം കാണാം. ആ ലോറി ഇങ്ങനെ വളഞ്ഞ് കയറി വരുന്ന കാഴ്ച. വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത്, വളവൊക്കെ ആണെങ്കിൽ പോലും. ആ ലോറി ഒരു ബെൻഡ്, 2ാമത്തെ ബെൻഡ് പിന്നിട്ട് 3ാമത്തെ ബെൻഡിലേക്ക് വരികയാണ്. ആ ബസ്സുകളൊക്കെ കാറുകളൊക്കെ ഇങ്ങനെ പോയി. ഈ ലോറി നിർത്തിക്കൊടുത്ത് കാറുകൾ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടിച്ച് 2 വാഹനങ്ങൾക്ക് മാത്രമേ ഇതിലെ കൂടെ പോകാനായിട്ട് പറ്റുകയുള്ളൂ. വലിയ ബസ്സുകൾ, നമ്മളെ വലിയ ബസ്സൊന്നും ഇവിടെ വരത്തില്ല. ചെറിയ ബസ്സുകൾ, കുട്ടി ബസ്സുകൾ മാത്രമേ വരത്തുള്ളൂ. അവരുടെ KSRTC ബസ്സുകൾ, വലിയ ബസ്സുകൾ വരാറുണ്ട്.
പക്ഷേ പ്രൈവറ്റായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ വലിയ ബസ് ഇങ്ങോട്ടേക്ക് കടത്തി വിടത്തില്ല, അതിന് വലിക്കത്തില്ലായിരിക്കും വണ്ടി, അതുകൊണ്ടായിരിക്കും. ലോറി വീണ്ടും മൂന്നാമത്തെ ബെൻഡ് പിന്നിട്ട് വിജയകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ ബെൻഡിൻ്റെ എൻഡ് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഇവിടെ നോക്കി എത്രയേ കിട്ടത്തുള്ളൂ, അവിടം വരെ കിട്ടത്തുള്ളൂ. അവിടെ ഒരു ബെൻഡാണത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുള്ള ബെൻഡാണിത്. അപ്പോൾ 5-ാമത്തെ ബെൻഡെന്ന് പറയാം. ബെൻഡെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ഒരു 6-ാമത്തെ ബെൻഡും കൂടെ ഉണ്ട്. അപ്പോൾ 6 ബെൻഡുകൾ കാണാവുന്നൊരു സ്ഥലമാണത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂര്യാസ്തമയം നന്നായിട്ട് കാണാനായിട്ട് കഴിയും. ഇച്ചിരി ക്ലൗഡൊക്കെ ഉള്ളതുകൊണ്ട് അത്ര വിസിബിൾ അല്ലെന്നേ ഉള്ളൂ. ലോറി വീണ്ടും അടുത്ത വളവ് കഴിഞ്ഞ് വരികയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് ലോറി കയറി വരാനായിട്ട്. സേലത്ത് നിന്ന് ഞങ്ങൾ ഏകദേശം 3 മണിക്കൂർ എടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. ഏകദേശം 90 കിലോമീറ്ററേ ഉള്ളൂ, എന്നിട്ട് 3 മണിക്കൂർ എടുത്തു. ലോറി വളഞ്ഞ് പോയാണ് അടുത്ത ബെൻഡിലേക്ക്. അവിടെ പോകുന്നിടത്തൊരു വണ്ടിയും കൂടെ ഉണ്ട്, അതോടെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ സേലത്തേക്ക് പോയാണ്. 1-ാമത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു.